ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സെക്കൻഡ് പോർഷനാണ് റെലവൻസ് തിയറിയുടെ, അതായത് ഗോർഡൻസ് മോഡൽ. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ 3 റെലവൻ്റ് ആയിട്ടുള്ള തിയറികളാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്ന് ഇറലവൻസ് തിയറം എന്ന് പറയുന്നത്, രണ്ടാമത് വാൾട്ടേഴ്സ് മോഡൽ, മൂന്നാമത്തത് ഗോർഡൻസ് മോഡൽ. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ഞാൻ പറഞ്ഞിരുന്നത്, അതായത് എം ഗോർഡൻ ആണ് ഇങ്ങനെ ഒരു തിയറി, അതായത് വാൾട്ടറിന്റെ അതേ ലൈനിൽ ചിന്തിച്ചൊരു വ്യക്തിനെയാണ് എം ഗോർഡൻ എന്ന് പറയുന്നത്. അവർ മേക്ക് ചെയ്ത തിയറിയാണ് ഈ ഗോർഡൻസ് മോഡൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ 3 മാർക്സിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഗോർഡൻ മോഡൽ അപ്രോച്ച് എന്ന് ചോദിക്കാം. അപ്പോൾ അതിനെ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന പോർഷൻസ് മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കുക. ഹി സജസ്റ്റഡ് ദാറ്റ് ഡിവിഡൻസ് ആർ റെലവൻറ്റ് ആൻഡ് ഇറ്റ് വിൽ അഫക്റ്റ് ദ വാല്യൂ ഓഫ് ദ ഫേം. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാൾട്ടേഴ്സ് തിയറവും അതേപോലെ തന്നെ ഗോർഡൻസ് മോഡലും ഒരേ കാര്യത്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്. കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഷെയർ വാല്യൂ കൂടും, അല്ലെങ്കിൽ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതാണ് ഇവരുടെ ഈ തിയറം എന്ന് പറയുന്നത്. ഹി ആർഗ്യൂഡ് ദാറ്റ് ദ വാല്യൂ ഓഫ് റുപ്പി ഓഫ് ഡിവിഡൻഡ് ഇൻകം ഈസ് മോർ ദാൻ ദ വാല്യൂ ഓഫ് റുപ്പി ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. ഇദ്ദേഹം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ക്യാപിറ്റൽ ഗെയിനിൽ ഒരു റുപ്പീനെക്കാട്ടിലും കൂടുതൽ വാല്യൂ ആണ് എപ്പോഴും ഡിവിഡൻഡ് ആയിട്ട് കിട്ടുന്ന ഒരു രൂപയ്ക്ക് എന്നുള്ളതാണ് പറയുന്നത്. ദ വാല്യൂ ഓഫ് എ റുപ്പി ഓഫ് ഡിവിഡൻഡ് ഇൻകം ഈസ് മോർ ദാൻ, എപ്പോഴും ഡിവിഡൻഡിനാണ് വാല്യൂ കൂടുതൽ, ഏതിനെക്കാട്ടിലും ഒരു ക്യാപിറ്റൽ ഗെയിനിൽ ഒരു രൂപയെക്കാട്ടിലും കൂടുതൽ വാല്യൂ വരുന്നതാണ് ഡിവിഡൻഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു രൂപ എന്ന് പറയുന്നത്. ദിസ് ഈസ് എൻ അക്കൗണ്ട് ഓഫ് അൺസർട്ടനിറ്റി ഓഫ് ഫ്യൂച്ചർ ആൻഡ് ഡിസ്കൗണ്ടിങ് ഫ്യൂച്ചർ ഡിവിഡൻസ് ബൈ ഷെയർ ഹോൾഡേഴ്സ് അറ്റ് എ ഹയർ റേറ്റ്. എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം, അപ്പോൾ അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഡിവിഡൻഡ് ഇൻകം എന്താണെന്നുള്ളതും ക്യാപിറ്റൽ ഗെയിൻ എന്താണെന്നുള്ളതും. നമ്മളൊരു കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ആ ഷെയറിൻ്റെ മുകളിൽ നമുക്ക് തരുന്ന ലാഭവിഹിതത്തിനെയാണ് ഡിവിഡൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് ഓരോ വർഷവും നമുക്ക് ലാഭമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഷെയർ പർച്ചേസ് ചെയ്തതിന് ശേഷം കുറച്ച് മാസങ്ങളോ വർഷങ്ങളോ കയ്യിൽ വെച്ചിട്ട് ആ ഷെയർ വിൽക്കുന്ന സമയത്ത്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 100 രൂപയ്ക്ക് നമ്മളൊരു ഷെയർ വാങ്ങി 1-2 വർഷം നമ്മൾ കയ്യിൽ വെച്ചതിന് ശേഷം അത് 500 രൂപയാകുമ്പോൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ അവിടെ ലാഭം കിട്ടി? 400 രൂപ അവിടെ ലാഭം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടുന്ന ലാഭത്തിനെയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗോർഡൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഏറ്റവും കൂടുതൽ വാല്യൂ നമുക്ക് ആ ഷെയർ കൈവശം ഇരിക്കുമ്പം ഓരോ വർഷവും കിട്ടിയിരിക്കുന്ന ഡിവിഡൻറ്റിനാണ് നമുക്ക് 2-3 വർഷം കഴിഞ്ഞ് ആ ഷെയർ വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭത്തിനേക്കാൾ കൂടുതൽ വാല്യൂ എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂച്ചർ എപ്പോഴും നമുക്ക് അൺസർട്ടൺ ആണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. വർഷങ്ങൾ കഴിയുന്തോറും അതിന് ഡിസ്കൗണ്ടിങ് നേച്ചർ അല്ലെങ്കിൽ ടൈം വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും വാല്യൂ കൂടുതൽ ഇപ്പോൾ കിട്ടുന്ന ഇൻകത്തിനാണ്. വർഷങ്ങൾ കഴിഞ്ഞ് കിട്ടുന്ന ഇൻകത്തിനേക്കാൾ പ്രാധാന്യവും വാല്യൂ ഉണ്ടാവുക നമുക്ക് ഈ ഒരു സമയത്ത് കിട്ടുന്ന ഇൻകത്തിനാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഗോർഡൻ പറയുന്ന മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഷെയർ എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ ഫ്യൂച്ചറിലെ പ്രസൻറ്റ് വാല്യൂവിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഭാവിയിൽ അന്നത്തെ ആ പ്രസൻറ്റ് വാല്യൂ എന്താണോ അതിന് ഈക്വൽ ആയിരിക്കും മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാത്രമാണ് 3 മാർക്സിന് പഠിച്ചു വെക്കേണ്ടുള്ളൂ. ഇനി ഈ ഒരു തിയറിനെ വേറൊരു പേരിലും കൂടി അറിയപ്പെടും, എ ബേർഡ് ഇൻ ഹാൻഡ് ആർഗ്യുമെൻ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അതായത് ബേർഡ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പക്ഷി, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഒരു പഴഞ്ചൊല്ലായിട്ട് പറയണ കേൾക്കാറുണ്ട്, കയ്യിലിരിക്കുന്നതിനെ വിട്ട് പറക്കുന്നതിനെ പിടിക്കുക എന്നുള്ളത് ഒരർത്ഥമാണ്. അതായത് കയ്യിലുള്ളതിൻ്റെ ഒരു വാല്യൂ നമ്മൾ കാണാതെ കിട്ടാത്ത ഒരു കാര്യത്തിന് പിന്നാലെ നമ്മൾ പോകുന്നു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് കിട്ടേണ്ട എമൗണ്ടിനാണ് നാളത്തെ 1 രൂപയേക്കാൾ വാല്യൂ. അതായത് ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആ 100 രൂപയ്ക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റുമെങ്കിൽ ചിലപ്പം അത് പിന്നീട് കിട്ടുന്ന 100 രൂപയ്ക്ക് അത്രയും വാല്യൂ ഉണ്ടായിക്കോളന്നില്ല. അപ്പോൾ പൈസയുടെ കണക്ക് എപ്പോൾ പറയുമ്പോഴും വർഷങ്ങൾ കഴിഞ്ഞ് കിട്ടുന്ന ലക്ഷങ്ങൾക്ക് അല്ല വാല്യൂ ഉള്ളത്, പകരം അത് ഇന്ന് കിട്ടുകയാണെങ്കിൽ ഇന്നത്തെ തന്നെയാണ് അതിന് വാല്യൂ കൂടുതലുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അതിനെയാണ് ബേർഡ് ഇൻ ഹാൻഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. കാരണം ഷെയർ ഹോൾഡേഴ്സ് പ്രിഫർ ടു റിസീവ് കറൻറ്റ് ഡിവിഡൻഡ്. എപ്പോഴും ഷെയർ ഹോൾഡേഴ്സ് ആഗ്രഹിക്കുന്ന എന്താ അറിയോ? കറൻ്റ്ലി ഡിവിഡൻഡ് കിട്ടുക എന്നുള്ളതാണ്. ഒരു ഡിസ്റ്റൻറ്റ് ക്യാപിറ്റൽ ഗെയിൻ കിട്ടണേക്കാട്ടിൽ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത്. ഗോർഡൻ മോഡലിൽ നമ്മളോട് എടുത്തു പറയുന്നൊരു കാര്യം, വരും കാലത്ത് ഇപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപ എവിടെയെങ്കിലും കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു വിചാരിക്കുക, ചിലപ്പോൾ 5 കൊല്ലം കഴിയുമ്പോൾ
നമുക്ക് 2 ലക്ഷമായിട്ട് കിട്ടുന്നതായിരിക്കും ഓഫർ ഉണ്ടാവുക. പക്ഷെ 5 കൊല്ലം കഴിഞ്ഞ് 2 ലക്ഷം രൂപ കിട്ടുന്നതും ഇന്ന് ആ ഒരു എമൗണ്ട് കിട്ടുന്നതും എന്തായിരിക്കും? ഓൾമോസ്റ്റ് ഇന്ന് കിട്ടുന്നതിനായിരിക്കും വാല്യൂ കൂടുതലുണ്ടാവുക. കാരണം 5 വർഷം കഴിഞ്ഞ് കിട്ടുമ്പോൾ 2 ലക്ഷത്തിന് അത്രയും നമുക്ക് ആ ഒരു പർച്ചേസിങ് പവർ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് എപ്പോഴും ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞ് കിട്ടുന്ന ലക്ഷങ്ങളെക്കാൾ വാല്യൂ ഇപ്പോൾ കിട്ടുന്ന ലക്ഷങ്ങൾക്കാണ് എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു തത്വമാണ് ഗോർഡൻസ് മോഡലിൽ പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 അസംഷൻ ഇവിടെ പറയുന്നുണ്ട്. ഒരു ഫേം എപ്പോഴും എല്ലാം ഇക്വിറ്റി ഫേമായിട്ട് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ് എപ്പോഴും ഒരു ഫിനാൻസ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഫിനാൻസ് ചെയ്യാനുള്ള ഒരു സോഴ്സ് മാത്രമായിട്ടാണ് അവർ അതിനെ കണക്കാക്കുന്നത്. എപ്പോഴും റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്ന ഫേം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് അതെന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളത്. ഗ്രോത്ത് റേറ്റ് ഓഫ് ദ ഫേം ജി ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് റിട്ടൻഷൻ റേഷ്യോ ആൻഡ് ഇറ്റ്സ് റേറ്റ് ഓഫ് റിട്ടേൺ. എപ്പോഴും ഫേമിൻ്റെ ഗ്രോത്ത് കാണണമെങ്കിൽ അതിൽ എന്താണോ റീറ്റെയിൻ ചെയ്യുന്നത്, എന്താണ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്നത്, ഇവ തമ്മിലുള്ള ഇൻറ്റു ചെയ്തിട്ട്, അതായത് പ്രോഡക്റ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ബി ഇൻറ്റു ആർ ആയിരിക്കും ഫേമിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഗ്രോത്ത് കാണണമെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ എന്താ? കയ്യിൽ എന്താണോ റീറ്റെയിൻ ചെയ്യുന്നത്. ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ. ഇവ തമ്മിൽ ഇൻറ്റു ചെയ്ത് കിട്ടുന്നതായിരിക്കും അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. പിന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതെപ്പോഴും മോർ ദാൻ ദ ഗ്രോത്ത് റേറ്റ്. ഗ്രോത്ത് റേറ്റ് എന്താണോ അതിനേക്കാൾ കൂടുതലായിരിക്കും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 5 അസംഷൻ്റെ ബേസിലാണ് ഗോർഡൻ മോഡൽ വരുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന 6ാമത്തെ പോയിന്റ് ആയിട്ട് ദ ഫേം ഹാസ് ലോങ് ടേം ലൈഫ്. ഫേമിന് ഒരുപാട് കാലത്തേക്ക് ലോങ് ടേമിലേക്ക് ലൈഫ് ഉണ്ട് എന്നുള്ളൊരു അസംഷൻ. ആൻഡ് കോർപ്പറേറ്റ് ടാക്സസ് ഡു നോട്ട് എക്സിസ്റ്റ്. ടാക്സ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള 7 അസംഷൻ്റെ ബേസിലാണ് ഗോർഡൻ മോഡൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കാനുള്ള 3 മാർക്സിന് ഗോർഡൻ അപ്രോച്ച് എന്താ ചോദ്യം വരാം. 6 മാർക്സിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അസംഷൻസ് ചോദ്യം വരാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ആകെ ഒരേ ഒരു ഇക്വേഷന് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. P0 ഈക്വൽ ടു ഇ ഇൻറ്റു 1 മൈനസ് ബി ഡിവൈഡഡ് ബൈ കെ ഇ മൈനസ് ബി ആർ. അപ്പോൾ നമ്മൾ ആദ്യത്തെ മോഡൽ റെലവൻസ് തിയറം പഠിച്ചപ്പോൾ 4 ഇക്വേഷൻ പഠിച്ചു. രണ്ടാമത്തെ മോഡൽ വാൾട്ടേഴ്സ് മോഡൽ പഠിച്ചപ്പോൾ 2 ഇക്വേഷൻ, അതായത് അതിൽ മെയിൻ ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ, ആ ഒരു ഇക്വേഷൻ പഠിച്ചു. ഇവിടെ നമ്മൾ ഗോർഡൻസ് മോഡൽ പഠിക്കുമ്പോൾ ഇവിടെ ഒരേ ഒരു ഇക്വേഷനെ പഠിക്കാനുള്ളൂ. P0 ഈക്വൽ ടു ഇ ഇൻറ്റു 1 മൈനസ് ബി ഡിവൈഡഡ് ബൈ കെ ഇ മൈനസ് ബി ആർ. ഇ എന്ന് പറയുന്നത് നമുക്കറിയാലോ ഏർണിംഗ് പെർ ഷെയർ ആണ്. 1 കോൺസ്റ്റൻ്റ് ആയിട്ട് പറയുന്നതാണ്. ബി എന്ന് പറയുന്നത് റിട്ടൻഷൻ റേഷ്യോ ആണ്. റിട്ടൻഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണോ നമ്മുടെ കൈവശം ഇരിക്കുന്നത് അതിനെയാണ് റിട്ടൻഷൻ എന്ന് പറയുന്നത്. കെ ഇ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലാണ്. ബി ആർ നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രോത്ത് ആണെന്ന് പറഞ്ഞില്ലേ, അതായത് റിട്ടൻഷൻ ഇൻറ്റു റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഗ്രോത്ത് റേറ്റ്. ഓക്കെ, അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. പിന്നെ 1 മൈനസ് ബി എന്ന് പറയുന്ന ഡി ബൈ പി റേഷ്യോ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് പെർസെൻറ്റേജ് ഓഫ് ഏർണിങ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ്. ഡിവിഡൻഡിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നുള്ള ആ റേഷ്യോ ആണ് 1 മൈനസ് ബി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ഇൻ റെസ്പെക്ട് ഓഫ് എ ലിമിറ്റഡ്. എ ലിമിറ്റഡിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഷെയറിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന ഏണിങ്സ് എന്ന് പറയുന്നത് 10 രൂപയാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10%. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റ് പ്രൈസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ റേറ്റ് ഓഫ് റിട്ടേണിൽ? ഒന്ന് 8% റേറ്റ് ഓഫ് റിട്ടേൺ, ഒന്ന് 10% റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് 15%. പേ ഔട്ട് റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ട് 40, 80, 100. പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പേ ഔട്ട് നമ്മൾ പുറമേക്ക് കൊടുക്കുന്ന, ആർക്കാ കൊടുക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സിനാണ്. അപ്പോൾ ഇത് ഡിവിഡൻഡ് കൊടുക്കുന്ന റേഷ്യോ ആണിത്. ഇത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഈ 40% നമുക്ക് ഈ 8ഉം 10ഉം 15ഉം കാണണം. വാൾട്ടേഴ്സ് മോഡലിൽ ചെയ്ത പോലെ തന്നെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ നമ്മൾ ആദ്യം ചെയ്തത് 0 വെച്ചിട്ടായിരുന്നു അല്ലേ? 3 കാറ്റഗറി അവിടെ ചെയ്തു, 16ഉം 10ഉം 8ഉം 8. ഇവിടെ 40% തന്നിട്ടുണ്ട്. അപ്പോൾ 40% പേ ഔട്ട് കൊടുക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ എങ്ങനെയാണ്? 80% കൊടുക്കുമ്പോൾ ഈ 3 കാര്യങ്ങളിൽ 100%, അങ്ങനെ തന്നെയാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് P0 ഇൻറ്റു ഈക്വൽ ടു ഇ ഇൻറ്റു 1 മൈനസ് ബി ഡിവൈഡ് ബൈ കെ ഇ മൈനസ് ബി ആർ ആണ്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതൊക്കെ റേറ്റുകളാണ്? 6 എന്ന് പറയുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ 8%. 8% എന്ന് പറയുമ്പം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്ര? 10% അല്ലേ?
അപ്പോൾ അതിനേക്കാൾ കുറവാണ് അല്ലേ. ആർ ഈസ് ലെസർ ദാൻ കെ ഇ എന്ന് പറയുന്നത്. അപ്പോൾ കുറവാണ്. ഇനി ആർ ഈസ് 10%. അപ്പോൾ ഇവിടെ എന്താണ്, ആറും കെ ഇയും തുല്യമാണ്. നമ്മളെപ്പോഴും നോക്കുക റേറ്റ് ഓഫ് റിട്ടേണും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തമ്മിലുള്ള റിലേഷൻ ആണല്ലോ റെലവൻസ് തിയറത്തിൽ നോക്കുന്നത്. ആൻഡ് 15% റേറ്റ് ഓഫ് റിട്ടേൺ വരുമ്പം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്ര, 10%. അപ്പോൾ ഇവിടെ കൂടുതലാണ്. ആർ ഈസ് ഗ്രേറ്റർ ദാൻ കെ ഇ ആണ് ഇവിടെ വന്നത്. അപ്പോൾ ഈ 3 കേസാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ കേസ് എടുക്കുക. 40% ആണ് പറഞ്ഞിരിക്കുന്നത് പേ ഔട്ട് റേഷ്യോ. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 100 രൂപയാണ് നമുക്ക് ലാഭമായി കിട്ടുന്നതെങ്കിൽ 40 രൂപ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നു, 60 രൂപ നമ്മൾ കയ്യിൽ വിൽക്കുന്നു. അതിനെ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ കണക്കാക്കാൻ. 40% ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ടാവും, റിട്ടൻഷൻ എത്ര ഉണ്ടാവും, 60% ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്നത് ഇവിടെ 60 ആണ് എന്ന് കണക്ക് കൂട്ടണം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ നമ്മൾ ആദ്യം നോക്കുന്നത് 40% ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ ഈ 3 കേസ് എങ്ങനെയാണ്. 3 കേസ് പറയുമ്പം 8%, 10%, 15% എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. P0 ഈക്വൽ ടു ഇ എന്ന് പറയുന്ന ഏണിംഗ് പെർ ഷെയർ എത്രയാണ്, 10 രൂപ അല്ലേ. ഏണിംഗ് പെർ ഷെയർ ക്വസ്റ്റ്യനിൽ 10 രൂപയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 10 എന്ന് എഴുതി ഇൻറ്റു 1 മൈനസ് ബി. 1 മൈനസ് ബി എന്ന് പറയുമ്പം 60%. ബി എന്ന് പറയുന്നത് എത്ര, റീറ്റെയിൻ ചെയ്യുന്നതാ. 60% പറഞ്ഞാൽ എങ്ങനെയാണ് അത് എഴുതുമ്പം 0.6 അല്ലേ. ഡിവൈഡഡ് ബൈ കെ ഇ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്രയാണ്, 10% അപ്പോൾ 0.10 മൈനസ് ബി ഇൻറ്റു ആർ ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്, റീറ്റെയിൻ ചെയ്യുന്നത് ഇൻറ്റു 6, റേറ്റ് ഓഫ് റിട്ടേൺ 8% ആദ്യത്തെ കേസ് പറയുന്ന. അപ്പോൾ 0.08 ആണ്. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട കാര്യം, ആദ്യം ഇത് മൈനസ് ചെയ്യുക, കിട്ടിയ ഉത്തരത്തിനെ 10 കൊണ്ട് ഗുണിക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ഇവ തമ്മിൽ ഇൻറ്റു ചെയ്യുക, ഇൻറ്റു ചെയ്ത് കിട്ടിയതിനെ ഇതൊന്നും മൈനസ് ചെയ്യുക. ലാസ്റ്റാണ് രണ്ട് എമൗണ്ട് തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ 77 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. കാരണം ഇവിടെയൊക്കെ എന്താണ്, ഇ എന്ന് പറയുന്ന 10 തന്നെയാണ്. ഇവിടെ മാത്രമേ മാറുള്ളൂ, ആകെ വ്യത്യാസം വരുന്നത് നമുക്ക് ആ റേഷ്യോയിൽ മാത്രമാണ് അവിടെ ചേഞ്ച് വരുന്നത്. കാരണം ഇവിടെ 8% ചെയ്തു, ഇവിടെ 10%, ഇവിടെ 15%. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അങ്ങനെ മാറിയപ്പോൾ വരുന്ന ഷെയറിൻ്റെ വാല്യൂ നോക്കൂ, 77, 100, 400 രൂപ വരെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ കണ്ടോ, ആർ ഈസ് ഗ്രേറ്റർ ദാൻ കെ ഇ ആണ് ഇത് വന്നിരിക്കുന്നത്. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 80%. ഇനി അടുത്തത് എത്രയാണ്, 80% നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ. 80% കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര കയ്യിൽ വെക്കാൻ പറ്റുള്ളൂ, 20% വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബി എന്ന് പറയുന്നത് 20% ആയിരിക്കും. ഇനി ഇവിടെയും നമ്മൾ ആ 3 കേസ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ കേസിൽ എന്ന് പറയുമ്പോൾ ഏണിംഗ് പെർ ഷെയർ 10 ഇൻറ്റു 1 മൈനസ്, ഇവിടെ 1 മൈനസ് ബി ആണ്, എപ്പോഴും മാറിപ്പോവരുത്. ബി എന്ന് പറയുമ്പം പേ ഔട്ട് നമ്മൾ 80 ആണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈവശം എത്രയേ ഉള്ളൂ, 20. അതാണ് ഇവിടെ കാണിക്കേണ്ടത് 0.2. ബാക്കിയൊക്കെ സെയിം തന്നെ, നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ബി ഇൻറ്റു ആറാണ്. ബി ഇതാണല്ലോ. അപ്പോൾ 6 എന്ന് പറയുന്നത് എത്രയാണ്, 8%. ആദ്യത്തെ കേസിൽ 8%. ഇനി ഇവിടെ രണ്ടാമത്തേൽ വരുമ്പം എന്താ ചേഞ്ച് വരിക, ഇവിടെ മാത്രം 10%, ഇവിടെ 15%. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ 95, 100, 114 എന്നുള്ള റേഞ്ചിൽ അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരുന്നു, 100% നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇവിടെ കൈവശം നമ്മളൊന്നും വെക്കുന്നില്ല. അപ്പോൾ റിട്ടൻഷൻ എന്താണ്, അവിടെ 0 ആണ്. അപ്പോൾ അവിടെ മാത്രമാണ് നമ്മുടെ ഇക്വേഷനിൽ ചേഞ്ച് വരിക. 10 ഇൻറ്റു 1 മൈനസ് ബി. ബി എന്ന് പറയുന്നത് റീറ്റെയിൻ ചെയ്യുന്ന എത്രയാണ്, ഒന്നും ചെയ്യുന്നില്ലല്ലോ, അവിടെ 0 ആണത്. ഡിവൈഡഡ് ബൈ ബാക്കിയൊക്കെ നമുക്കറിയാം, 8%, 10%, 15%. ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത സമയത്ത് എന്താണ് വന്നത്, 3നും 100 രൂപയാണ് ഷെയർ പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ ഇവിടെ പറയുന്നുണ്ട്. വെൻ ആർ ഈസ് ഗ്രേറ്റർ ദാൻ കെ ഇ, ആർ എന്ന് പറയുന്നത് കെ ഇനേക്കാൾ കൂടിയപ്പോൾ അവിടെ എന്തായിരുന്നു, മാർക്കറ്റ് പ്രൈസ് ഷെയറിൻ്റെ ഇൻക്രീസ് ആയി, 400 രൂപ വരെ പോയിട്ടുണ്ട്. ആസ് ദ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഡിക്രീസസ്, എന്താണ് അവിടെ ഡിവിഡൻഡ് പേ ഔട്ട് എത്ര, 40% കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പേ ഔട്ട് കുറഞ്ഞപ്പം വാല്യൂ അവിടെ എന്താണ്, ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രോത്ത് ഫേം ഷുഡ് ഡിസ്ട്രിബ്യൂട്ട് ലോവർ ഡിവിഡൻഡ്. അപ്പോൾ വളർന്നു വരുന്ന ഒരു ഫേം ആണെങ്കിൽ അവിടെ ലോവർ ഡിവിഡൻഡ് കൊടുത്താൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം ഏണിങ്സും അവിടെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും.
ഇനി രണ്ടാമത്തത് ആർ ഈസ് ലെസ് ദാൻ കെ ഇ. ആർ ഈസ് ലെസ് ദാൻ കെ ഇ എന്ന് പറയുമ്പം ഏത് കേസാണെന്നാണ് പറയുന്നത്? 6 കെയിനേക്കാൾ കുറവാണ്. അതായത് 8% വന്നപ്പോൾ അവിടെ മാർക്കറ്റ് ഷെയർ പ്രൈസ് ഇൻക്രീസ് ആയി. കാരണം ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോയുടെ ഇൻക്രീസ് ആയിരിക്കുകയാണ്. ഇൻ ദ കേസ് ഓഫ് ഡിക്ലൈനിങ് ഫേംസ്, കുറഞ്ഞു വരുന്ന ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യണം? ഗെയിൻ ഈ ഫേം ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ്സ് ഏണിങ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കൂടുതലായിട്ട് ഗെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഇൻ സച്ച് കേസസ് ദ ഓപ്റ്റിമം പേ ഔട്ട് റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? വിൽ ബി 100% എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് ആർ ഈസ് ഗ്രേറ്റർ ദാൻ കെ ഇ ആയിരുന്നു, പിന്നെ ആർ ഈസ് സ്മോളർ ദാൻ കെ ഇ, പിന്നെ ആർ ഈക്വൽ ടു കെ ഇ ആണ്. 10%. 10%ത്തിലേക്ക് വന്ന സമയത്ത് അവിടെ മാർക്കറ്റ് പ്രൈസ് അൺചേഞ്ച്ഡ് ആണ്. ഡിവിഡൻഡ് പോളിസിക്ക് എന്തില്ല അവിടെ? നോ ഇഫക്റ്റ് ഓൺ ദ പ്രൈസ് ഓഫ് ഷെയർസ്. ദസ് ഫോർ എ നോർമൽ ഫേം ദർ ഈസ് നോ ഒപ്റ്റിമം ഡിവിഡൻഡ് പേ ഔട്ട്. ഇവിടെ നോക്കൂ, ഇവിടെ 3 കേസിൽ നോക്കുക. 40%ഉം അതേപോലെ 80%ഉം ഒക്കെ വന്നപ്പോൾ 100 തന്നെയാണ്. ഇനി ഇവിടെ നോക്കൂ, 100% ഡിവിഡൻഡ് കൊടുക്കുമ്പോഴും 100 ആണ്. അപ്പോൾ ഇവിടെ ഒന്നും എന്താണ്? 3 തുല്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ കേസസ് ആണ് എടുക്കേണ്ടത്. ആർ ഈസ് ഗ്രേറ്റർ ദാൻ കെ ഇ ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഷെയർ പ്രൈസ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ആർ ഈസ് ലെസ് ദാൻ കെ ഇ വന്ന സമയത്തുള്ള ഷെയർ പ്രൈസിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൺക്ലൂഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ ആകെ പഠിക്കേണ്ട ഒരു പോയിന്റ് ഗോർഡൻസ് മോഡൽ പഠിക്കുക, അതേപോലെ അതിൻ്റെ അസംഷൻ പഠിക്കുക, ഇക്വേഷൻ പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ തിയറിയിൽ ഞാൻ ഓരോന്നും പരീക്ഷയ്ക്ക് വരുന്ന പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ അത് മാത്രം പഠിച്ചാൽ മതിയാവും. പിന്നെ ടെക്സ്റ്റൊക്കെ ഉള്ള ആളുകളാണെന്ന് വെച്ചാൽ ജസ്റ്റ് അതിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലം ഒന്ന് നോക്കിയാൽ മതി. അല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പ്രോബ്ലത്തിലേക്ക് പോകേണ്ട. ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് മാത്രം ചെയ്ത് പഠിക്കുക. ഞാനിവിടെ ഫുള്ളായിട്ട് ക്ലാസ് തന്നിട്ടുണ്ട്. 6 ചാപ്റ്ററും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ എന്താണോ പ്രോബ്ലംസ് പറഞ്ഞിരിക്കുന്നത് അത് മാത്രം നോക്കിയാൽ മതിയാവും. കാരണം കൂടുതൽ ടഫുള്ള പ്രോബ്ലം തരികയാണെങ്കിലും നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടി സമയം കളയണ്ട. പക്ഷേ ടെക്സ്റ്റിൻ്റെ ഉള്ളിലുള്ള പ്രോബ്ലംസ് നന്നായിട്ട് മനസ്സിലാക്കി പോവുക. അതേ ഒരു മോഡൽ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് എഴുതാം. എന്നിരുന്നാലും നിങ്ങൾക്ക് കിട്ടാവുന്ന അത്രയും എഴുതാൻ പറ്റുന്ന അത്രയും നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുക. ഉത്തരം ശരിയോ തെറ്റോ നോക്കണ്ട. നിങ്ങൾക്ക് അറിയുന്ന പോലെ പറ്റാവുന്ന അത്രയും ചെയ്ത് വെച്ചാൽ അതെങ്കിലും മാർക്ക് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. അതേപോലെ തന്നെ തിയറി നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക ഓരോ ചാപ്റ്ററിലെയും. ഇനി ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗോർഡൻ മോഡൽ അതാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. പരീക്ഷയ്ക്ക് നിങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ളത് മാത്രമേ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുള്ളൂ. ആ ഒരു പോർഷൻ മാത്രം പഠിച്ചാൽ മതി. എത്ര മാർക്കിന് ക്വസ്റ്റ്യൻ വരുമെന്നും പറയുന്നുണ്ട്. എന്തൊക്കെ എഴുതണം എന്നുള്ളത് ഞാൻ ഇവിടെ വ്യക്തമായി മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം ഒന്ന് പഠിച്ചു പോവുകയാണെങ്കിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഇൻറ്റേർണൽ മാർക്ക് നിങ്ങളെ സംബന്ധിച്ചോളം 30 മാർക്കാണ്. 70 മാർക്കാണ് എക്സ്റ്റേണൽ വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് വന്നാലും ഒരു പേപ്പറിൽ മിനിമം പാസ് മാർക്ക് എന്ന് പറയുന്നത് 21 മാർക്കാണ്. അപ്പോൾ 21 മാർക്ക് നിർബന്ധമായിട്ട് അച്ചീവ് ചെയ്യുകയും വേണം. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇൻറ്റേർണലും കൂടി കൂട്ടിയിട്ട് 35 മാർക്ക് അവിടെ ഉണ്ടാവും വേണം. അപ്പോൾ പേപ്പർ വൈസ് നിങ്ങൾക്ക് 21 ജയിക്കാൻ എന്തായാലും വാങ്ങിയേ മതിയാവുള്ളൂ. അതിനുശേഷം മാത്രമേ നിങ്ങളുടെ ഇൻറ്റേർണൽ കൺസിഡർ ചെയ്യുള്ളൂ. കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടി കൂട്ടിയിട്ട് നിങ്ങൾക്ക് 35 ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു കുട്ടി പാസ്സാവുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് വന്നതായതുകൊണ്ട് അറിയാം. അപ്പോൾ ആ രീതിയിൽ തന്നെ പ്രിപ്പയർ ആവുക. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോസ് കൂടി ഒന്ന് ചാപ്റ്റർ വൈസ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്